എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നുറുക്ക് ഗോതമ്പ് റെസിപ്പിയാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മളൊരു 1/2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയ ടൈപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ 125 ml ഈ ഒരു കപ്പിൽ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിതിലേക്ക് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പല്ല എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. നിങ്ങളിപ്പോൾ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലത്തെ ചെറിയ ടൈപ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന കുറച്ച് വലിയ ടൈപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടിപ്പോയാലും നമുക്കിത് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ഒരുപാടങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാതിരുന്നാൽ മതി. ഇതിന് നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു 200 ഗ്രാം ചിക്കന് നന്നായിട്ട് തന്നെ കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സ്വല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും. കുക്കറിലാണെങ്കിൽ, അല്ലാതെയാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെ വേവിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ച് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇവിടെ ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. ഇതിന് നമുക്ക് ഈ ഒരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പകുതിയോളം നുറുക്ക് ഗോതമ്പ് കുതിർത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലുതാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി, ചെറുതാണെങ്കിൽ നമുക്ക് 2 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു വലുപ്പത്തിൽ സവാള കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളി ഒരെണ്ണം ഇട്ട് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് പേസ്റ്റ് രൂപത്തിലൊന്നും നമ്മൾ അരച്ചിട്ടെടുക്കണ്ട, ചെറിയതായിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ കറക്കി ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള നുറുക്ക് ഗോതമ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ഞാൻ നുറുക്ക് ഗോതമ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമയൊന്നും ഇല്ലാതെ നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പാകമായിരിക്കണം. ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയിട്ടെടുത്തതാണിത്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ പുഴുങ്ങിയെടുത്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് അങ്ങ് അലുത്തൊന്നും പോകരുത്. നമ്മൾ ഒരു നുറുക്ക് ഗോതമ്പ് അരയ്ക്കുന്ന സമയത്ത് മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പച്ചമുളക് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഇളകി സവാള അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പൊടികളുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. എങ്കിലേ ചിക്കൻ അതിനകത്ത് കിടന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഇതിന് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന അത്രയും മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ പതിയൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് നിറച്ച് വെച്ച് കൊടുക്കേണ്ട, ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടോ സ്ക്വയർ ആക്കിയിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഫില്ലിങ് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മാവിനകത്ത് ഒരു ഫില്ലിങ് വെച്ചൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഈ ഒരു മുട്ട പൊട്ടിച്ചുറ്റി ഇതിലേക്ക് സ്വല്പം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ടയും ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്താലും മതി. അല്ലെങ്കിൽ റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്നത് ഇത് ഓരോന്ന് ഈ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനൊരു മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പും ചിക്കനും വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു മിക്സിനകത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ജീരകമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഉള്ളിലെ ആ ഒരു ഫില്ലിങ് ചിക്കൻ ആയതുകൊണ്ട് അത് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.